Hello all, welcome to Priya's Civil Studies Circle. UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2011 മുതൽ 2020 വരെ കഴിഞ്ഞ 10 വർഷങ്ങളിലായി UPSC സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തുകൊണ്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലും ജിയോഗ്രഫിയിലും ചോദിച്ച ചോദ്യങ്ങളെ ആസ്പദമാക്കി 2 വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും പോയി കാണുക. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളുടെ 2ാം ഭാഗമാണിത്. എല്ലാ ഞായറാഴ്ചകളിലുമായിരിക്കും ചോദ്യപേപ്പർ വിശകലനം ഉണ്ടാവുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2011 ചോദിച്ച ചോദ്യങ്ങളാണ് ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് വൺ, the tendency for increased litigation was visible after the introduction of the land settlement system of Lord Cornwallis in 1793. The reason for this is normally traced to which of the following provisions? 1793 കോൺവാലിസ് പ്രഭു കൊണ്ടുവന്ന ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിനു ശേഷം വിവാദങ്ങൾ വർദ്ധിച്ചു വന്നു. താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതാണ് ചോദ്യം. മേക്കിംഗ് ജമീന്ദാർസ് പൊസിഷൻ സ്ട്രോങ്. ഈ വ്യവസ്ഥയിലൂടെ ജമീന്ദാർമാരുടെയും അതോടൊപ്പം കർഷകരുടെയും സ്ഥാനം ശക്തമാക്കപ്പെട്ടത്. മേക്കിംഗ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ഓവർലോഡ് ഓഫ് ജമീന്ദാർസ്. ജമീന്ദാർമാർക്ക് മേലുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. മേക്കിംഗ് ജുഡീഷ്യൽ സിസ്റ്റം മോർ എഫിഷ്യൻറ്റ്. നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ കാര്യക്ഷമമാക്കി. ലാസ്റ്റ് വൺ, നൺ ഓഫ് ദി അബോവ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി അബോവ്. ഈ ഭൂമി കൈമാറ്റ വ്യവസ്ഥ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അന്യായങ്ങളുടെ അതായത് നിയമവ്യവഹാരങ്ങളുടെ എണ്ണം വർദ്ധിച്ചതിന് കാരണം കോർട്ട് ഫീ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. കോടതികൾ ഫീസ് എടുത്തു കളഞ്ഞതിനാൽ ആർക്കും ആരുടെ മേലും പരാതികൾ കൊടുക്കാമെന്നും കോടതിയിലേക്ക് വലിച്ചിഴയ്ക്കാം എന്നുമുള്ള സ്ഥിതിയായി. കൂടാതെ അപ്പീല് കൊടുക്കാനുള്ള അവകാശത്തെ വിപുലീകരിച്ചു. ഇതിനാലാണ് ഇത്തരത്തിൽ അന്യായങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായത്. അടുത്ത ചോദ്യം, വിച്ച് എമംഗസ്റ്റ് ദി ഫോളോവിങ് പ്രൊവൈഡഡ് എ കോമൺ ഫാക്ടർ ഫോർ ട്രൈബൽ ഇൻസറക്ഷൻ ഇൻ ഇന്ത്യ ഇൻ ദി 19th century? താഴെ പറയുന്നവയിൽ ഏതാണ് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഗോത്രവർഗ കലാപത്തിന് കാരണമായത്? എ, Introduction of a new system of land revenue and taxation of tribal products. ഗോത്രവർഗ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുകയും കൂടാതെ പുതിയ ഒരു ഭൂനികുതി സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ബി, ഇൻഫ്ലുവൻസ് ഓഫ് ഫോറിൻ റിലീജിയസ് മിഷണറീസ് ഇൻ ട്രൈബൽ ഏരിയാസ്. ഗോത്രമേഖലയിൽ വിദേശ മത മിഷണറിമാർ ചെലുത്തിയ സ്വാധീനം. സി, റൈസ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് മണി ലെൻഡേഴ്സ്, traders and revenue farmers as middlemen in tribal areas. ധാരാളം പണമിടപാടുകാരും കച്ചവടക്കാരും റവന്യൂ ഫാർമേഴ്സും ട്രൈബൽ മേഖലകളിൽ ഇടനിലക്കാരായി മാറിയത്. ലാസ്റ്റ് വൺ, ദി കംപ്ലീറ്റ് ഡിസ്റപ്ഷൻ ഓഫ് ഓൾഡ് അഗ്രേറിയൻ ഓർഡർ ഓഫ് ദി ട്രൈബൽ കമ്മ്യൂണിറ്റീസ്. ഗോത്ര സമുദായങ്ങളുടെ പഴയ കാർഷിക വൃത്തിയുടെ സമ്പൂർണമായ നാശം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. വിത്ത് റെഫറൻസ് ടു ദി പീരീഡ് ഓഫ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ, ഹോം ചാർജസ് ഫോംഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫണ്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഹോം ചാർജസ്? ഇന്ത്യയിൽ കൊളോണിയൽ ഭരണ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ സമ്പത്ത് കളയുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിരുന്നു ഹോം ചാർജുകൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഹോം ചാർജ് രൂപീകരിച്ചത്? 1, ഫണ്ട്സ് യൂസ്ഡ് ടു സപ്പോർട്ട് ദി ഇന്ത്യ ഓഫീസ് ഇൻ ലണ്ടൻ. ലണ്ടനിലുള്ള ഇന്ത്യ ഓഫീസിനെ സഹായിക്കുന്നതിന് വേണ്ടി സ്വരൂപിച്ച ഫണ്ട്. 2, ഫണ്ട്സ് യൂസ്ഡ് ടു പേ സാലറീസ് ആൻഡ് പെൻഷൻസ് ഓഫ് ബ്രിട്ടീഷ് പേഴ്സണൽ എൻഗേജ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ട്. 3, ഫണ്ട്സ് യൂസ്ഡ് ഫോർ വേജിംഗ് വാർസ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് പുറത്ത് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ട്.
Select the correct answer using the codes given below. Option A 1 only, option B 1 and 2 only, option C 2 and 3 only, option D 1, 2 and 3. Correct answer option B ആണ് 1 and 2. ഇന്ത്യയുടെ പേരിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടനിൽ ചെലവഴിച്ച പണത്തെയാണ് ഹോം ചാർജ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സൈന്യവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെലവുകളും ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും സിവിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കും താൽക്കാലികമായി അവധിയെടുക്കുന്നവർക്കും കൊടുക്കേണ്ടി വരുന്ന തുക, ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ചിലവുകൾ, ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന ശമ്പളം തുടങ്ങിയവയൊക്കെയും ഹോം ചാർജിൽ ഉൾപ്പെടുന്നു. 2012 ചോദിച്ച ചോദ്യങ്ങളിലേക്ക് കടക്കാം. Which of the following statements is or are correct regarding ബ്രഹ്മസമാജ്? ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രഹ്മസമാജുമായി ബന്ധപ്പെട്ട് ഏത് പ്രസ്താവനയാണ് ശരിയായത്? 1. ഇറ്റ് ഒപ്പോസ്ഡ് ഐഡോലാട്രി, വിഗ്രഹാരാധനയെ അത് എതിർത്തിരുന്നു. 2. ഇറ്റ് ഡിനൈഡ് ദി നീഡ് ഫോർ എ പ്രീസ്റ്റ്ലി ക്ലാസ് ഫോർ ഇന്റർപ്രറ്റിംഗ് ദി റിലീജിയസ് ടെക്സ്റ്റ്, മതഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് ഒരു പുരോഹിത വർഗത്തിന്റെ ആവശ്യമുണ്ട് എന്നതിനെ ബ്രഹ്മസമാജ് എതിർത്തു. 3. ഇറ്റ് popularized the doctrine that the Vedas are infallible. വേദങ്ങൾ തെറ്റാണ് എന്ന സിദ്ധാന്തത്തെ ബ്രഹ്മസമാജ് ജനങ്ങളുടെ ഇടയിൽ പടർത്തി. Select the correct answer using the codes given below. First option only 1, second option 1 and 2, third option only 3, last option 1, 2 and 3. Correct answer option B ആണ് 1 and 2. ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. വിഗ്രഹാരാധനയോടും പുരോഹിത വർഗത്തിന്റെ ആധിപത്യത്തോടും ബ്രഹ്മസമാജിന് എതിർപ്പായിരുന്നു. എന്നാൽ വേദങ്ങളെ ബ്രഹ്മസമാജ് അനുകൂലിക്കുകയാണ് ചെയ്തത്. 2013 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആനി ബെസന്റ് വാസ് ഓപ്ഷൻസ് 1. റെസ്പോൺസിബിൾ ഫോർ സ്റ്റാർട്ടിംഗ് ദി ഹോം റൂൾ മൂവ്മെന്റ്. ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിക്കുന്നതിൽ ഒരു ഭാഗവാക്കായിരുന്നു ആനി ബെസന്റ്. Second one, founder of the Theosophical Society. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകയാണ്. Third one, once the president of the INC. ഒരിക്കൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. തന്നിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഓപ്ഷൻ 1, 1 only. Second one, 2 and 3 only. Third one, 1 and 3 only. Last one, 1, 2 and 3. Correct answer option C ആണ് 1 and 3. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഹെലീന ബ്ലവാസ്കിയും ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ടുമാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ദി ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി വാസ് റിലേറ്റഡ് ടു ദി. താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇൽബർട്ട് ബിൽ വിവാദം ഉണ്ടായിരുന്നത്? എ. Imposition of certain restrictions to carry arms by the Indians. ഇന്ത്യക്കാർ ആയുധം വഹിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ. ബി. Imposition of restrictions on newspapers and magazines published in Indian language. ഇന്ത്യൻ ഭാഷയിൽ പത്രങ്ങളും ആനുകാലികങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ. സി. Removal of disqualifications imposed on the Indian magistrates with regard to the trial of the Europeans. യൂറോപ്യന്മാരുടെ വിചാരണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മജിസ്ട്രേറ്റുമാരുടെ മുകളിൽ ചുമത്തിയ അയോഗ്യത നീക്കം ചെയ്യൽ. ഡി. റിമൂവൽ ഓഫ് എ ഡ്യൂട്ടി ഓൺ ഇമ്പോർട്ടഡ് കോട്ടൺ ക്ലോത്ത്. ഇറക്കുമതി ചെയ്ത കോട്ടൺ തുണിയുടെ മുകളിലുള്ള കരം നീക്കം ചെയ്യൽ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒരു ബ്രിട്ടീഷ് ലോയറും സിവിൽ സർവൻറ്റുമായിരുന്നു ഇൽബർട്ട്. ഇന്ത്യയിലെ വൈസ്രോയിയുടെ ഉപദേശക സമിതിയിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു. 1883 ഇദ്ദേഹം മുൻപോട്ട് വെച്ച ഒരു പ്രൊപ്പോസലാണ് ഇൽബർട്ട് ബിൽ. ഈ ബില്ലിൽ സീനിയർ ആയിട്ടുള്ള ഇന്ത്യൻ മജിസ്ട്രേറ്റുമാർക്ക് ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിഷയങ്ങൾക്ക് മുകളിൽ വിചാരണ നടത്താം എന്നൊരു പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. കനത്ത എതിർപ്പ് മൂലം ഈ ബിൽ പാസ്സാകാതെ പോയി. ഈ ബില്ലിന്റെ പ്രൊപ്പോസൽ വയ്ക്കുന്ന സമയത്ത് വൈസ്രോയി റിപ്പൺ ആയിരുന്നു. 2014 ചോദ്യങ്ങളിലേക്ക് കടക്കാം. ദി ഗദ്ദാർ വാസ് എ
റവല്യൂഷണറി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ് വിത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് സാൻ ഫ്രാൻസിസ്കോ. ഇന്ത്യക്കാർ രൂപം കൊടുത്ത ഒരു വിപ്ലവാത്മകമായ സംഘടനയാണ് ഗദ്ദാർ. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സാൻ ഫ്രാൻസിസ്കോ ആയിരുന്നു. ബി. നാഷണലിസ്റ്റ് ഓർഗനൈസേഷൻ ഓപ്പറേറ്റിംഗ് ഫ്രം സിംഗപ്പൂർ. സിംഗപ്പൂരിൽ നിന്നുമുള്ള ഒരു ദേശീയ സംഘടനയായിരുന്നു ഗദ്ദാർ. സി. മിലിറ്റന്റ് ഓർഗനൈസേഷൻ വിത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ബെർലിൻ. ആക്രമണപരമായ ഒരു സംഘടനയായിരുന്നു ഗദ്ദാർ. ഹെഡ്ക്വാർട്ടേഴ്സ് ബെർലിൻ ആയിരുന്നു. ഡി. കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഫോർ ഇന്ത്യാസ് ഫ്രീഡം വിത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് താഷ്കന്റ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു ഗദ്ദാർ. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് താഷ്കന്റ് ആയിരുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അമേരിക്കൻ ഐക്യനാടുകളിലേക്കും കാനഡയിലേക്കും കുടിയേറിപ്പാർത്ത ഇന്ത്യക്കാർ രൂപം കൊടുത്ത ഒരു റെവല്യൂഷണറി അസോസിയേഷനാണ് ഗദ്ദാർ. ഗദ്ദാർ എന്ന ആഴ്ചപത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ പാർട്ടി രൂപം കൊണ്ടത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സാൻ ഫ്രാൻസിസ്കോ ആണ്. അടുത്ത ചോദ്യം. ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ മെയ്ഡ് ബൈ ലോർഡ് കഴ്സൺ ഇൻ 1905 ലാസ്റ്റഡ് അണ്ടിൽ. 1905 കഴ്സൺ പ്രഭു നടത്തിയ ബംഗാൾ വിഭജനം എപ്പോൾ വരെയാണ് നീണ്ടുനിന്നത്? ഓപ്ഷൻ എ. ദി ഫസ്റ്റ് വേൾഡ് വാർ വെൻ ഇന്ത്യൻ ട്രൂപ്സ് വെർ നീഡഡ് ബൈ ദി ബ്രിട്ടീഷ് ആൻഡ് ദി പാർട്ടീഷൻ വാസ് എൻഡഡ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ സൈന്യത്തെ ആവശ്യമായി വന്നു. അങ്ങനെ വിഭജനം അവസാനിച്ചു. ഓപ്ഷൻ ബി. കിങ് ജോർജ് വി അബ്രോഗേറ്റഡ് കഴ്സൺസ് ആക്ട് അറ്റ് ദി റോയൽ ദർബാർ ഇൻ ഡൽഹി ഇൻ 1911. 1911 കഴ്സൺ പ്രഭുവിൻ്റെ ഈ പ്രവർത്തനത്തെ കിങ് ജോർജ് അസാധുവാക്കി. സി. ഗാന്ധിജി ലോഞ്ച്ഡ് ഹിസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ഗാന്ധിജി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിച്ചപ്പോൾ. ഓപ്ഷൻ ഡി. ദി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947 വെൻ ഈസ്റ്റ് ബംഗാൾ ബിക്കെയിം ഈസ്റ്റ് പാകിസ്ഥാൻ. 1947 ഇന്ത്യ വിഭജനത്തോടുകൂടി ഈസ്റ്റ് ബംഗാൾ എന്നത് ഈസ്റ്റ് പാകിസ്ഥാനായി മാറിയപ്പോൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 1911 കിങ് ജോർജ് ബംഗാൾ വിഭജനത്തെ റദ്ദ് ചെയ്തു. വിഭജനത്തിന് എതിരെയുണ്ടായ കനത്ത പോരാട്ടം കാരണമായിരുന്നു ഇത്. വിഭജനം അവസാനിച്ചുവെങ്കിലും ഈ സംഭവത്തോടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മാനസികമായി അകന്നു കഴിഞ്ഞിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ദി 1929 സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ് ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ദി. 1929 കോൺഗ്രസ് സമ്മേളനം എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെൻറ്റിൽ സ്ഥാനം പിടിച്ചത്? എ. അറ്റൈൻമെൻറ്റ് ഓഫ് സെൽഫ് ഗവൺമെൻറ് വാസ് ഡിക്ലെയർഡ് ആസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺഗ്രസ്. സെൽഫ് ഗവൺമെൻറ് നേടിയെടുക്കുക എന്നത് കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചു. ബി. അറ്റൈൻമെൻറ്റ് ഓഫ് പൂർണ്ണ സ്വരാജ് വാസ് അഡോപ്റ്റഡ് ആസ് ദി ഗോൾ ഓഫ് ദി കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി പൂർണ്ണ സ്വരാജ് എന്നത് പ്രഖ്യാപിച്ചു. സി. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് ലോഞ്ച്ഡ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. ഡി. ഡിസിഷൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇൻ ലണ്ടൻ വാസ് ടേക്കൺ. ലണ്ടനിൽ വെച്ച് നടക്കുന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാം എന്ന തീരുമാനം എടുത്തു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പൂർണ്ണ സ്വരാജ് എന്നത് കോൺഗ്രസിൻ്റെ ലക്ഷ്യമാക്കി മാറ്റി. ദി ലാഹോർ സെഷൻ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിസ്റ്ററി ബിക്കോസ്. സാമ്യമുള്ള ചോദ്യം തന്നെയാണ്. 1929 ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം എന്താണ് എന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് കറക്റ്റ് ആൻസർ. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്ന ആവശ്യം കോൺഗ്രസ് ഒരു പ്രമേയമാക്കി പാസാക്കി. അതായത് കോൺഗ്രസ് അതിൻ്റെ ഒബ്ജക്റ്റീവാക്കി പൂർണ്ണ സ്വരാജിനെ അംഗീകരിച്ചു. 2015 ചോദിച്ച ചോദ്യങ്ങളിലേക്ക് കടക്കാം. കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് വൺ. ദി ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് സരോജിനി നായിഡു. INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് സരോജിനി നായിഡു ആയിരുന്നു. ദി ഫസ്റ്റ് മുസ്ലിം പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ബദ്രുദ്ദീൻ ത്യാബ്ജി. INCയുടെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദ്രുദ്ദീൻ ത്യാബ്ജി ആയിരുന്നു. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നതാണ് ചോദ്യം. എ. 1 only, B. 2 only, C. both 1 and 2, D. neither 1 nor 2.
ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. INC-യുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആയിരുന്നു. Which one of the following movements has contributed to a split in the Indian National Congress, resulting in emergence of moderates and extremists? താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് INC-യിൽ മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിസ്റ്റ് എന്നുമുള്ള ഈ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടാവാൻ കാരണമായത്? അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജിക്കപ്പെടാൻ കാരണമായത്. എ. സ്വദേശി മൂവ്മെന്റ്, ബി. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, സി. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, ഡി. സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെന്റ്. ഓപ്ഷൻ എ സ്വദേശി മൂവ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. സ്വദേശി മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ബംഗാളിന് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്നും കൂടാതെ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി രൂക്ഷമാക്കണമെന്നുമുള്ള ആവശ്യങ്ങളെ ചൊല്ലിയാണ് മിതവാദികളും തീവ്രവാദികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. 2016 ചോദ്യങ്ങൾ നോക്കാം. ദി സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് വെർ അഡോപ്റ്റഡ് ആസ് മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ ഫോർ ദി ഫസ്റ്റ് ടൈം ഡ്യൂറിംഗ് ദി. ആദ്യമായി എപ്പോഴാണ് സ്വദേശി, ബോയ്ക്കോട്ട് എന്നീ പ്രസ്ഥാനങ്ങൾ ഒരു സമരമാർഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്? എ. അജിറ്റേഷൻ എഗെയിൻസ്റ്റ് ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ബംഗാൾ വിഭജനത്തിന് എതിരായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി. ബി. ഹോം റൂൾ മൂവ്മെന്റ്, ഹോം റൂൾ മൂവ്മെന്റിന്റെ ഭാഗമായി. സി. നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായി. ഡി. വിസിറ്റ് ഓഫ് ദി സൈമൺ കമ്മീഷൻ ടു ഇന്ത്യ, സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി. ഓപ്ഷൻ എ ബംഗാൾ വിഭജനത്തിന് എതിരായി എന്നതാണ് കറക്റ്റ് ആൻസർ. സത്യശോധക് സമാജ് ഓർഗനൈസ്ഡ്. ഈ സംഘടന എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? എ മൂവ്മെന്റ് ഫോർ അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ട്രൈബൽസ് ഇൻ ബീഹാർ, ബീഹാറിലെ ഗോത്രവർഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി. ബി. എ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ഇൻ ഗുജറാത്ത്, ഗുജറാത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി. സി. ആൻ ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ഇൻ മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയിലെ ജാതി വിവേചനങ്ങൾക്ക് എതിരായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി. ഡി. എ പെസന്റ് മൂവ്മെന്റ് ഇൻ പഞ്ചാബ്, പഞ്ചാബിലെ കർഷക പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മഹാരാഷ്ട്രയിലെ ജാതി വിവേചനത്തിന് എതിരായുള്ള പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി. കൺസിഡർ ദി ഫോളോവിങ്. 1. കൽക്കട്ട യൂണിറ്റേറിയൻ കമ്മിറ്റി. 2. ടാബർനാക്ലെ ഓഫ് ന്യൂ ഡിസ്പെൻസേഷൻ. 3. ഇന്ത്യൻ റിഫോംസ് അസോസിയേഷൻ. കേശവ് ചന്ദ്ര സെൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വിച്ച് ഓഫ് ദി എബോവ്? മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ഏത് സംഘടന രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കേശവ് ചന്ദ്ര സെൻ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ് 1 and 3 only, 2 and 3 only, 3 only, 1, 2 and 3. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 2 and 3. 2017 ചോദ്യങ്ങളിലേക്ക് കടക്കാം. കൺസിഡർ ദി ഫോളോവിങ് പെയേഴ്സ്. രാധാകാന്ത് ദേബ്, ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദി ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. ഗസുലു ലക്ഷ്മിണറാസു ചെട്ടി, ഫൗണ്ടർ ഓഫ് ദി മദ്രാസ് മഹാജന സഭ. സുരേന്ദ്രനാഥ് ബാനർജി, ഫൗണ്ടർ ഓഫ് ദി ഇന്ത്യൻ അസോസിയേഷൻ. ഇതിൽ ശരിയായി യോജിക്കുന്ന ജോഡി ഏതാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 1 and 3 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ ഡി 1, 2 and 3. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഇന്ത്യൻ ഹിസ്റ്ററി, ദി പ്രിൻസിപ്പിൾ ഓഫ് ഡയാർക്കി റെഫേഴ്സ് ടു. ഇന്ത്യ ചരിത്രത്തിൽ ഡയാർക്കി എന്ന തത്വം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ഡിവിഷൻ ഓഫ് ദി സെൻട്രൽ ലെജിസ്ലേച്ചർ ഇൻറ്റു 2 ഹൗസസ്. കേന്ദ്ര നിയമനിർമ്മാണ സമിതിയെ രണ്ടായി ഭാഗിക്കുന്നു. ബി ഇൻട്രൊഡക്ഷൻ ഓഫ് ഡബിൾ ഗവൺമെന്റ്, ദാറ്റ് ഈസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. സെൻട്രൽ ഗവൺമെന്റ് എന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുമുള്ള രണ്ട് ഗവൺമെന്റിന്റെ ഇൻട്രൊഡക്ഷൻ. സി ഹാവിംഗ് 2 sets of rules, one in London and another in Delhi. ലണ്ടനിലും ഡൽഹിയിലും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഡി ഡിവിഷൻ ഓഫ് ദി സബ്ജക്ട്സ് ഡെലിഗേറ്റഡ് ടു ദി പ്രൊവിൻസസ് ഇൻറ്റു 2 categories. പ്രവിശ്യകളിലേക്ക് ഉള്ള വിഷയങ്ങളെ രണ്ട് വിഭാഗങ്ങളായി ഭാഗിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 2018 ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ 1920
വിച്ച് ഓഫ് ദി ഫോളോവിങ് ചേഞ്ച്ഡ് ഇറ്റ്സ് നെയിം ടു സ്വരാജ്യ സഭ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഘടനയാണ് 1920 അതിൻ്റെ പേര് മാറ്റി സ്വരാജ്യ സഭ എന്നാക്കി മാറ്റിയത്? ഓപ്ഷൻ എ ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ്, ഓപ്ഷൻ ബി ഹിന്ദു മഹാസഭ, ഓപ്ഷൻ സി സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ, ഓപ്ഷൻ ഡി ദി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ്. വിച്ച് among the following events happened earliest? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഭവമാണ് ആദ്യം നടന്നത്? ഓപ്ഷൻ എ സ്വാമി ദയാനന്ദ എസ്റ്റാബ്ലിഷ്ഡ് ആര്യ സമാജ്, സ്വാമി ദയാനന്ദ ആര്യ സമാജിന് രൂപം കൊടുത്തു. ഓപ്ഷൻ ബി ദിനബന്ധു മിത്ര റോഡ് നീലദർപ്പൺ, ദിനബന്ധു മിത്ര നീലദർപ്പൺ എഴുതി. ഇദ്ദേഹം ബംഗാളി ഭാഷയിൽ എഴുതിയ നാടകമാണ് നീലദർപ്പൺ. സി ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ റോഡ് ആനന്ദ് മാത്, ബങ്കിം ചന്ദ്ര ചട്ടോപാധ്യായ ആനന്ദ് മാത് എഴുതി. ബങ്കിം ചന്ദ്ര രചിച്ച നോവലാണ് അനന്തമാത്. ഡി സത്യേന്ദ്രനാഥ് ടാഗോർ became the first Indian to succeed in the Indian Civil Service Examination. സത്യേന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറി. ഇവയിൽ ഏതാണ് ആദ്യം നടന്ന സംഭവം എന്നതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ദീൻബന്ധു മിത്ര നീലദർപ്പൺ എഴുതിയത്. 2019 കടക്കാം. വിത്ത് റെഫറൻസ് ടു സ്വദേശി മൂവ്മെന്റ് കൺസിഡർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദി റിവൈവൽ ഓഫ് ദി ഇൻഡിജിനസ് ആർട്ടിസൻ ക്രാഫ്റ്റ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. സ്വദേശി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തദ്ദേശീയരായ കരകൗശല തൊഴിലാളികളുടെയും വ്യവസായങ്ങളുടെയും പുനരുജ്ജീവനത്തിന് ഇത് കാരണമായി. 2. ദി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ പാർട്ട് ഓഫ് സ്വദേശി മൂവ്മെന്റ്. സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ സ്ഥാപിക്കപ്പെട്ടു. ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരി? എ 1 only, ബി 2 only, സി ബോത്ത് 1 and 2, ഡി നെയ്തർ 1 nor 2. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ട് പ്രസ്താവനകളും ശരിയാണ്. 2020 ചോദ്യങ്ങൾ നോക്കാം. ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, ദി രക്കംബായ് കേസ് ഓഫ് 1884 റിവോൾവ്ഡ് അറൗണ്ട്. ഇന്ത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ 1884 രക്കംബായ് കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? 1. വിമൻസ് റൈറ്റ് ടു ഗെയിൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം നേടാനുള്ള സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ടത്. 2. ഏജ് ഓഫ് കൺസെൻറ്റുമായി ബന്ധപ്പെട്ടത്. 3. റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിംഗ് ദി കോഡ് ഗിവൺ ബിലോ. എ 1 and 2 only, ബി 2 and 3 only, സി 1 and 3 only, ഡി 1, 2 and 3. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻഡിഗോ കൾട്ടിവേഷൻ ഇൻ ഇന്ത്യ ഡിക്ലൈൻ ബൈ ദി ബിഗിനിങ് ഓഫ് ദി 20th century ബിക്കോസ് ഓഫ്. 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ഇന്ത്യയിൽ നീലം കൃഷിയുടെ തകർച്ച ആരംഭിച്ചു. എന്തുകൊണ്ട്? എ പെസന്റ് റെസിസ്റ്റൻസ് ടു ദി ഒപ്രസീവ് കണ്ടക്ട് ഓഫ് പ്ലാന്റേഴ്സ്, തോട്ടം ഉടമകളുടെ പെരുമാറ്റത്തോടുള്ള കർഷകരുടെ എതിർപ്പ്. ബി ഇറ്റ്സ് അൺപ്രോഫിറ്റബിലിറ്റി ഇൻ ദി വേൾഡ് മാർക്കറ്റ് ബിക്കോസ് ഓഫ് ന്യൂ ഇൻവെൻഷൻസ്, പുതിയ കണ്ടെത്തലുകൾ കാരണം വേൾഡ് മാർക്കറ്റിൽ അത് ലാഭകരമല്ലാതായി മാറി. സി നാഷണൽ ലീഡേഴ്സ് ഒപ്പോസിഷൻ ടു ദി കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ, നീലം കൃഷിക്ക് എതിരായ ദേശീയ നേതാക്കന്മാരുടെ എതിർപ്പ്. ഡി ഗവൺമെൻറ് കൺട്രോൾ ഓവർ ദി പ്ലാന്റേഴ്സ്, തോട്ടം ഉടമകളുടെ മേൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ നിയന്ത്രണം. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം. വെലസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ദി ഫോർട്ട് വില്യം കോളേജ് അറ്റ് കൽക്കട്ട ബിക്കോസ്. വെലസ്ലി എന്തുകൊണ്ടാണ് കൽക്കട്ടയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത്? എ ഹി വാസ് ആസ്ക്ഡ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അറ്റ് ലണ്ടൻ ടു ഡു സോ, ലണ്ടനിൽ നിന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട്. ബി ഹി വാണ്ടഡ് ടു റിവൈവ് ഇൻട്രസ്റ്റ് ഇൻ ഓറിയന്റൽ ലേണിംഗ് ഇൻ ഇന്ത്യ, പൗരസ്ത്യ ദേശത്തെ പറ്റിയുള്ള പഠനത്തിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ താൽപ്പര്യം ജനിപ്പിക്കുന്നതിന്. സി ഹി വാണ്ടഡ് ടു പ്രൊവൈഡ് വില്യം കേറി ആൻഡ് ഹിസ് അസോസിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ്, വില്യം കേറിക്കും കൂട്ടാളികൾക്കും തൊഴിൽ നൽകുന്നതിന് വേണ്ടി. ഡി
He wanted to train British civilians for administrative purposes in India. ബ്രിട്ടീഷ് സിവിലിയൻസിനെ ഇന്ത്യയിലെ ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നതിന്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. വിത്ത് റെഫറൻസ് ടു ദി ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഉൽഗുലാൻ ഓർ ദി ഗ്രേറ്റ് ടമൾട്ട് ഈസ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇവൻറ്റ്സ്? വലിയ ആരവം അല്ലെങ്കിൽ വലിയ സമരം എന്ന വിശേഷണം ലഭിച്ചത് താഴെ പറയുന്ന ഏത് സംഭവത്തിനാണ്? എ. ദി റിവോൾട്ട് ഓഫ് 1857, ബി. ദി മാപ്ല റിബല്യൻ ഓഫ് 1921, സി. ദി ഇൻഡിഗോ റിവോൾട്ട് ഓഫ് 1859-60, ഡി. ബിർസ മുണ്ടാസ് റിവോൾട്ട് ഓഫ് 1890-1900. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻ ദി ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓൺ ഇന്ത്യ ഡ്യൂറിംഗ് ദി ഫസ്റ്റ് ഹാഫ് ഓഫ് ദി 19th century? 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഇന്ത്യയിൽ നടന്ന വ്യാവസായിക വിപ്ലവത്തിൻ്റെ അനന്തരഫലത്തെ ശരിയായി വിവരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയിലാണ്? എ. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് വെർ റൂയിൻഡ്. ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ നശിച്ചു. ബി. മെഷീൻസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇൻ ലാർജ് നമ്പർ. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് വലിയ അളവിൽ മെഷീനുകൾ എത്തിത്തുടങ്ങി. സി. റെയിൽവേ ലൈൻസ് വെർ ലേഡ് ഇൻ മെനി പാർട്സ് ഓഫ് ദി കൺട്രി. രാജ്യത്ത് പലയിടങ്ങളിലും റെയിൽവേ ലൈനുകൾ സ്ഥാപിക്കപ്പെട്ടു. ഡി. ഹെവി ഡ്യൂട്ടീസ് വെർ ഇമ്പോസ്ഡ് ഓൺ ദി ഇമ്പോർട്ട്സ് ഓഫ് ബ്രിട്ടീഷ് മാനുഫാക്ചേഴ്സ്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് വലിയ കരം ചുമത്തി. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, ദി വൈറ്റൽ വിധ്വാൻസക്, ദി ഫസ്റ്റ് മന്ത്ലി ജേണൽ ടു ഹാവ് ദി അൺടച്ചബിൾ പീപ്പിൾ ആസ് ഇറ്റ്സ് ടാർഗറ്റ് ഓഡിയൻസ് വാസ് പബ്ലിഷ്ഡ് ബൈ. അൺടച്ചബിൾസിനെ ടാർഗറ്റ് ഓഡിയൻസ് ആക്കിക്കൊണ്ടുള്ള ആദ്യ മന്ത്ലി ജേണലായ വൈറ്റൽ വിധ്വാൻസക് പബ്ലിഷ് ചെയ്തത് ആരാണ്? എ. ഗോപാൽ ബാബ വാലാങ്കർ, ബി. ജ്യോതിബ ഫുലെ, സി. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഡി. ഭീംറാവ് റാംജി അംബേദ്കർ. ആൻസർ ഓപ്ഷൻ എ, ഗോപാൽ ബാബ വാലാങ്കർ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ അനാലിസിസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ വിഷയങ്ങളിലും നമ്മൾ കവർ ചെയ്യുന്ന ഭാഗത്തു നിന്നും UPSC കഴിഞ്ഞ 10 വർഷങ്ങളിലായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതാത് ഞായറാഴ്ചകളിൽ വിശകലനം ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും കാണുക. താങ്ക് യു.